എന്തെന്നായി ചെയ്തു വെച്ചേക്കുന്നത്? ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ കുറെ ചോറി കമന്റ്സ് വരും, ഇവൻ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു മക്കളെ, ഈ 60K സബ്സ്ക്രൈബേഴ്സും അത് മാക്സിമം ഒരു 2K വ്യൂസും മാത്രം കിട്ടുന്ന എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആരും പ്രൊമോട്ട് ചെയ്യാനൊന്നും വരില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇനി ആരെങ്കിലും പൈസ തന്നാലും എനിക്ക് ഫീൽ ചെയ്യാത്ത കാര്യം ആത്മാർത്ഥത ഇല്ലാതെ ഞാൻ ഒരിക്കലും സംസാരിക്കില്ല. അങ്ങനെ കാശ് കിട്ടി വല്ലവരുടെ ഇഷ്ടത്തിന് സംസാരിക്കാൻ എന്തോ എന്റെ സ്ട്രോങ് ഈഗോ സമ്മതിക്കത്തുമില്ല. എങ്കിലും ഞാൻ തീരുമാനിച്ചതാണ്, ഇനി എത്ര നല്ല പടമാണെങ്കിലും ഈ ഓവറായിട്ട് അതിഗംഭീരം അങ്ങനത്തെ സൂപ്പർലേറ്റീവ് വാക്കുകളൊന്നും ഉപയോഗിക്കില്ല എന്നുള്ളത്. കാരണം ഭയങ്കര ഗംഭീര റിവ്യൂ എല്ലാ ഭാഗത്തു നിന്നും കേട്ടിട്ട് നിങ്ങൾ ഭയങ്കര ഓവർ പ്രതീക്ഷയോടുകൂടി ആ പടം പോയി കാണുമ്പോൾ, ആ ഒരു ഹൈപ്പ് കൊണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമായിട്ട് ഫീൽ ചെയ്യില്ല. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ചില സിനിമകൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഫുൾ അനുഭൂതി പറയാൻ വേണ്ടി ചിലപ്പോൾ സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും. ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന ഈ മലയാളം ഫാന്റസി അഡ്വഞ്ചർ മൂവിയെ കുറിച്ചാണ് ഇന്ന്. ഒറ്റ വാക്കിൽ കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ. എനിക്ക് പടം കണ്ടിട്ട് സന്തോഷത്തിനേക്കാൾ കൂടുതൽ അഭിമാനമാണ് ഫീൽ ചെയ്തത്. നമ്മുടെ ചെറിയ മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു പടം, അതും ഇംഗ്ലീഷ് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് കോടിയൊക്കെ ചെലവഴിച്ച് ലോകത്തിലെ ഏറ്റവും വമ്പൻ ബാനറുകളായിട്ടുള്ള മാർവലും DC-യും ഒക്കെ ഇറക്കുന്ന ടൈപ്പ് ഒരു സ്റ്റോറി നമ്മുടെ ഈ ചെറിയ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നും ഇത്രയും ഗംഭീരമായിട്ട് ഒരുക്കിയല്ലോ എന്നുള്ള ആ ഒരു അഭിമാനം. സോ അതിനാദ്യമേ ഇതിന്റെ സംവിധായകൻ ഡൊമിനിക് അരുണിനും ഈ സബ്ജക്റ്റിനെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്ത ദുൽഖർ സൽമാനും പ്രത്യേക അഭിനന്ദനം തന്നെ കൊടുക്കണം. സോ ഇന്റർനാഷണൽ ലെവലിലെ വമ്പൻ സ്രാവുകൾക്ക് മുമ്പിൽ നമ്മുടെ മലയാളത്തിൽ നിന്നും ഒരു കുഞ്ഞ് നത്തോലി ഫാന്റസി പടം നമുക്ക് മുമ്പോട്ട് വെക്കാനായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അത് നമ്മുടെ കണ്ടന്റിലുള്ള വെറും കോൺഫിഡൻസ് കൊണ്ട് മാത്രം ഉണ്ടായതാണ് എന്നുള്ളതാണ്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നിമിഷവും എനിക്ക് ഈ ഒരു പ്രൗഡ് ഫീൽ ആയിരുന്നു ഉണ്ടായത്. സത്യത്തിൽ ഈ പടം ഒരു ഗംഭീര ഹൈപ്പിൽ വരേണ്ട പടമാണ്. ഈ 500 കോടി 1000 കോടി മുടക്കി ഹിന്ദി, തെലുഗു, തമിഴിലൊക്കെ ഉണ്ടാക്കുന്ന കാട്ടപരാധങ്ങൾക്കൊക്കെ കിട്ടിയിരുന്ന മാർക്കറ്റിംഗ് ഈ പടത്തിന് കിട്ടുമായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ ചെല്ലേണ്ട ഐറ്റം ആയിരുന്നു. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പ്രൊമോഷൻ കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടിയിരുന്നു എന്നുള്ളതിൽ. സെയിം ടൈം നമ്മുടെ മാത്രം ചില മലയാളം മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് അത് മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആശങ്ക വേറെ. പോസിറ്റീവ്സ് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ കോമിക് ബുക്ക് വായിക്കുന്ന പോലെയാണ് പടം ഒരുക്കിയേക്കുന്നത്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മിത്തോളജിയിലാണ് സത്യത്തിൽ ഒരുപാട് സൂപ്പർ ഹീറോസിനെ കൊണ്ടുവരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പടം വന്നിരുന്നെങ്കിലെന്ന്. അങ്ങനെയുള്ള എന്നെ പോലെയുള്ള പല സിനിമാ പ്രേമികളുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ പടം എന്ന് പറയാം. ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. കിടിലൻ കാസ്റ്റിംഗും കിടിലൻ മേക്കിങ്ങുമാണ്. ഇന്റർവെൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു ബാക്ക് സ്റ്റോറിയും റിവീലിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രോമാഞ്ചം ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരുന്നു. നമുക്ക് കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ ഹീറോ സംഭവം ഒന്നുമല്ല ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന നമ്മുടെ അമ്മൂമ്മ കഥകളിലൂടെ പരിചിതമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതിനെ ആധുനിക ലോകത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ റൂട്ടഡ് ആയിട്ട് ഒരു തമാശയുടെ മേമ്പൊടിയോടുകൂടി അവതരിപ്പിച്ചിരിക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. കിടുവായിട്ട് എഴുതിയ അവതരിപ്പിച്ച ക്യാരക്ടേഴ്സ് പയ്യെ തുടങ്ങി ഒരു പീക്ക് ലെവലിൽ കൊണ്ടു നിർത്തുന്ന ഇതിന്റെ ഇന്റർവെൽ ബ്ലോക്ക്, സ്ട്രോങ് ആയിട്ടുള്ള വില്ലൻ, ഗംഭീര ക്യാമിയോ റോളുകൾ, MCU ഒക്കെ കണ്ടുവരുന്ന സിനിമ പ്രേമികൾക്ക് ആവേശം തരുന്ന വിധത്തിലുള്ള ഒരു എൻഡിങ് വിത്ത് പോസ്റ്റ് ക്രെഡിറ്റ് സീൻസ്, ഇതെല്ലാം പോസിറ്റീവ്സ് ആണ് പടത്തിന്റെ. ഇതൊക്കെ നല്ല പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റിയിലുള്ള തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു ഫീൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. പെർഫോമൻസിൽ കല്യാണി പ്രിയദർശൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെപ്പോക്കിഡ് ആണ്, മുഖത്ത് ഭാവങ്ങൾ വരില്ല എന്നൊക്കെ പുള്ളിക്കാരിയെ കുറിച്ച് കുറെ ക്രിറ്റിസിസംസ് വരാറുണ്ട്. പക്ഷെ തന്റെ വീക്ക്നെസ്സുകളെ തന്നെ സ്ട്രോങ് ആക്കി മാറ്റുന്ന വിധത്തിലുള്ള ഒരു ക്യാരക്ടർ, അതും ഫൈറ്റ് സീനുകൾ. കല്യാണിക്കാണെങ്കിൽ നല്ല ഹൈറ്റ് ഉണ്ട്. സോ ആക്ഷൻ രംഗങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആന്റണി സിനിമയിലെ ചെറിയൊരു ഫൈറ്റ് പുള്ളിക്കാരി നല്ല രീതിയിൽ ക്യാരി ആയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കണ്ടിട്ടാവണം ഡയറക്ടർക്ക് കല്യാണിയിൽ ഈ ഒരു റോള് ചെയ്യാനുള്ള ഒരു വിശ്വാസം ഉണ്ടായത്. എന്തായാലും കല്യാണി ആ പ്രതീക്ഷയ്ക്കൊത്ത് ഏറ്റവും നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ ആഗ്രഹമായിരുന്നു ഇപ്പം വണ്ടർ വുമൻ ഒക്കെ പോലെ അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ കാണുന്ന ചില സൂപ്പർ ലേഡി അല്ലെങ്കിൽ ആക്ഷൻ വുമൻ പോലെ ഒരു കഥാപാത്രം മലയാളത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ അതിനുള്ള ഒരു മറുപടി കൂടിയാണ് കല്യാണിയുടെ ചന്ദ്ര എന്ന ഈ ക്യാരക്ടർ. ആക്ഷൻ സീനുകളിൽ ഒരു സൂപ്പർ ഹീറോ എലമെന്റ് കൊണ്ടുവന്നേക്കുന്നത് അത് തന്നെ ഒരു പോസിറ്റീവ് വശമാണ്. കാരണം അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ആ ക്യാരക്ടറിന് ചെയ്യാം. അത് പൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സണ്ണി എന്ന ക്യാരക്ടറായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി നസ്ലിൻ്റെത്. കാരണം ഒരു നിഷ്കളങ്ക ഇമേജ് ഉള്ള ക്യാരക്ടറാണ്. പിന്നെ കോമഡി ഉണ്ട്, ഇതിൽ ഡാർക്ക് കോമഡി ആണെന്ന് പറയാം. പ്രത്യേകിച്ച് കല്യാണിയുടെ റിവ്യൂലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചന്തു സലീം കുമാറിന്റെ കോമഡിയും നൈസായിട്ട് വന്നിട്ടുണ്ട്. അരുൺ കുര്യനും കിടുവാണ്. പിന്നെ ഇതിൽ ഇൻസ്പെക്ടർ നാച്ചിയപ്പ ആയിട്ട് സാൻഡി മാസ്റ്റർ നല്ല പക്കായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആ കഥാപാത്രത്തിന് ഒരു ക്യാരക്ടർ ആർക്കുണ്ട്.
ഉണ്ട്. അത് ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് പറയേണ്ടത് ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. ഇജ്ജാതി സാധനമാണ് ആ കൊച്ചു ചെയ്ത് വെച്ചേക്കുന്നത്. കുട്ടിയുടെ പേര് എനിക്കറിയില്ല, പക്ഷെ അവള് തീയാണ്. പിന്നെ വിജയരാഘവൻ, നിഷാന്ത് സാഗർ, രഘുനാഥ് പലേരി, ശരത് സഭ, അന്നാബൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഒപ്പം ക്യാമിയോ റോളിൽ വന്നിരിക്കുന്നത് കിടിലൻ ഐറ്റംസ് ആണ്. ആരൊക്കെയാണെന്ന് മിക്കവർക്കും ഇപ്പൊ അറിയായിരിക്കും. പോരാത്ത ഇനി വരുന്ന അധ്യായങ്ങളിൽ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്ന തീരെ ചെറിയ ചില ക്യാമിയോകളും പടത്തിൽ വരുന്നുണ്ട്. ഇതിലെല്ലാറ്റിലും ഉപരി മൂത്തോൻ എന്നൊരു മൂത്ത ഐറ്റം പടത്തിലിരിപ്പുണ്ട്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, പടം ടെക്നിക്കലി ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി അന്യായമാണ്. നിമിഷ് രവിയാണ് ഛായാഗ്രഹണം. അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ്, കളർ ടോൺ, ലൈറ്റിംഗ് ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സിനിമയെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ 2022 ഇറങ്ങിയ ബാറ്റ്മാന്റെ ഒക്കെ ഒരു കളറിംഗ് ഉണ്ട്, അതുപോലെയാണ്. പിന്നെ ഇതിന്റെ VFX ടീമിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനം തന്നെ കൊടുക്കണം. ഗംഭീര വർക്കാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ടൈറ്റിൽ ആനിമേഷൻ, ബാക്കിയുള്ള വിഷ്വൽ ഇഫക്ട്സ് എല്ലാം നല്ല പൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാറ്റിലും ഉപരി ഈ പടത്തിനെ വേറെ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത് ജേക്സ് ബിജോയുടെ മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടുകളായാലും ഗംഭീരമായിരുന്നു. പിന്നെ അധികം വൈകാതെ ഇളയരാജയുടെ വക ഒരു കേസ് വരാനുള്ള സാധ്യതയുണ്ട്. കിളിയെ കിളിയെ പാട്ട് പടത്തിൽ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡോൺ വിൻസെന്റിന്റെ സൗണ്ട് ഡിസൈൻ, രാജകൃഷ്ണന്റെ സൗണ്ട് മിക്സ്, ഇത് രണ്ടും പ്രത്യേക പരാമർശം അർഹിക്കുന്നുണ്ട്. സൗണ്ട് ഡിസൈൻ ഒക്കെ പക്കായാണ്. ഒപ്പം യാനിക് ബെന്നിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി എടുത്തു പറയണം. സംവിധായകൻ തന്നെയാണ് ഇതിന്റെ റൈറ്റർ. അഡീഷണൽ സ്ക്രീൻ പ്ലേയിൽ നടി ശാന്തി ബാലകൃഷ്ണന്റെ സംഭാവനയും ഉണ്ട്. എനിക്കിതിൽ അങ്ങനെ വലിയ നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ എന്താ പറയാ, ചിലർക്ക് ഇതൊരു പിള്ളേരുടെ പടമല്ലേ, കുട്ടിക്കളിയല്ലേ എന്നൊരു ഫീൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്, പ്രത്യേകിച്ച് ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഫാന്റസി പടം ഒക്കെ ആയതുകൊണ്ട്. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ആ ഇന്റർവെല്ലിൽ ഉണ്ടായ ഒരു ഹൈ മൊമെന്റ് ഉണ്ട്. അത് പടം തീരുന്നവരെ നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഇതിന്റെ ഒരു വിജയമായിട്ട് തോന്നിയത്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ദയവേദി പടം തീർന്ന ഉടനെ, ടൈറ്റിൽ കാണിച്ച ഉടനെ എഴുന്നേറ്റ് പോരുത്. ആദ്യത്തെ ടൈറ്റിൽ കഴിഞ്ഞാൽ ഉടനെ കുറച്ച് സീനുണ്ട്. അത് കഴിഞ്ഞ് ഫുള്ള് ടൈറ്റിൽ കഴിഞ്ഞിട്ട് പോസ്റ്റ് എൻഡ് ക്രെഡിറ്റ് സീൻസ് വേറെ ഉണ്ട്. മിസ് ചെയ്യരുത്. ചാത്തന്മാർ ഇനിയും വരും. സോ ആകുമത്തിന്റെ ടോട്ടലിൽ നമുക്കും ഇനി അഭിമാനത്തോടെ പറയാം, നമുക്ക് സ്വന്തമായിട്ടൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് എന്നുള്ളത്. 1000 കോടിയൊക്കെ ചെലവഴിച്ച് ഊളപ്പടങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റു പല ബിഗ് ടീംസിന്റെ മുമ്പിൽ നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു 30 മാക്സിമം 50 കോടിയും കണ്ടാണ് തോന്നുന്നു ഇതിന്റെ ബജറ്റ്. അപ്പോൾ നമ്മുടെ മിത്തോളജി ഒക്കെ യൂസ് ചെയ്ത് ഒരു കിടിലൻ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കുള്ള ഒരു വാതിലാണ് ലോക 1ാം അധ്യായം തുറന്നിട്ടിരിക്കുന്നത്. അത് ഗംഭീരമായിട്ട് ഇനിയുള്ള പടങ്ങളിലും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ അതൊരു വലിയ നേട്ടമായിരിക്കാം. ഒരു പക്ഷേ ലോകം മുഴുവൻ മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന വിധം അത് മുന്നേറാൻ അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബാക്കി ഇനിയെല്ലാം നമ്മുടെ കയ്യിലാണ്. ഇത് വിജയിച്ചാൽ ബാക്കി തമിഴ്, തെലുങ്ക്, ഹിന്ദി ഇൻഡസ്ട്രി ഒക്കെ ഒന്നും ഞെട്ടുന്നതായിരിക്കും. ഞെട്ടിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എങ്ങനെയായി തീരുമെന്തോ എനിക്കറിയില്ല. പിന്നെ 2 മണിക്കൂർ 33 മിനിറ്റ് ആണ് പടത്തിന്റെ റൺ ടൈം. 18+ ആണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന പടമാണ്. പക്ഷെ ചില ബ്രൂട്ടൽ വയലന്റ് രംഗങ്ങളൊക്കെ പടത്തിലുണ്ട്, അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.